മഴക്കാറ് കണ്ടപ്പോൾ തന്നെ ഇപ്പം മഴ പെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ അത്. എന്തായാലും നിരാശയൊന്നും സംഭവിച്ചില്ല. നല്ല അടിപൊളി മഴയായിരുന്നു. കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഇത്രയും വലിയൊരു മഴ പെയ്യുന്നത്. പിന്നെ അഫി എന്ന് വരുമ്പോൾ അവൻ എന്ത് ചായക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടുന്നത്. അങ്ങനെ ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യം നമുക്ക് ചക്കപ്പഴം 1-2 പ്രാവശ്യമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് നമ്മൾ വെറുതെ കഴിക്കാണ് കേട്ടോ ചെയ്ത്. ചക്കയുടെ ഉണ്ടാക്കിയില്ലായിരുന്നു. എല്ലാ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ എന്തായാലും ഇന്നിതിപ്പം അവന് റെഡിയാക്കി കൊടുക്കാമെന്ന് ഓർത്തു. പിന്നെ ഇത് നല്ല ടേസ്റ്റുള്ള സംഭവമാണ്, പക്ഷേ ഇത് ഉണ്ടാക്കാൻ കുറച്ച് അധികം സമയം എടുക്കും അല്ലേ. അങ്ങനെ ആദ്യം തന്നെ അതൊന്ന് മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ വെള്ളം പോകുന്നവരെ വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് അതും വഴറ്റി, പിന്നെ ജീരകം അതുപോലെ തന്നെ ഏലക്കയും കൂടി വറുത്ത് പൊടിച്ച് ആഡ് ചെയ്തു. അതിലേക്ക് തേങ്ങ ആഡ് ചെയ്തു. പിന്നെ ലാസ്റ്റായിട്ട് റവയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടിയും കൊണ്ടൊക്കെ അത് ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം റവ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ അത് നമ്മൾ ഇടനേരയിൽ പൊതിഞ്ഞിട്ട് ആവിയിലാണ് വേവിക്കാൻ വെക്കുന്നത്. നല്ല കിഡിലും ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.